എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പോ ആ ഒരു ചിന്ന സയാനായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഇപ്പോ ആ മുടിയനെ അവനെ തല്ലി കൊന്നിരിക്കുകയാണ്. മൊട്ടപ്പനും പുൽമയാണെങ്കിൽ അത് കണ്ട് ഭയപ്പെട്ട് ദൂരത്തേക്ക് മാറി നിൽക്കും. ചിന്ന സയാനാണെങ്കിൽ മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? മര്യാദയ്ക്ക് ആ ഡ്രാഗൺ ബോൾ അതെനിക്ക് തരുന്നോ? അതല്ല എങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്ത് ദയനീയമായിട്ട് നിങ്ങൾ തോൽക്കാൻ തയ്യാറാണോ? ഇത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ കൊല്ലും. ജീവൻ വേണമെങ്കിൽ അതെനിക്ക് തരാം. ഇപ്പൊ എന്റെ പവർ അത് 10 മടങ്ങായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് ചിന്തിക്കും. നമ്മളെ കൊണ്ട് ഒരിക്കലും അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. ഡ്രാഗൺ ബോൾ അവന് കൊടുത്തിട്ടില്ല എങ്കിൽ ഉറപ്പായാലും അവൻ നമ്മളെ രണ്ടുപേരെയും കൊന്ന് ഈ ഡ്രാഗൺ ബോൾ കൊണ്ടുപോകും. അതിലും നല്ലത് ഇതവനെ ഏൽപ്പിക്കുന്നത് തന്നെയാണ്. ഉടനെ മുട്ടപ്പനാണെങ്കിൽ അവനോട് ചോദിക്കും, ഞാൻ ഈ ഡ്രാഗൺ ബോൾ തന്നാ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പാണോ? അതിന് ചിന്ന സയാൻ പറയും, നീ എന്നോട് തന്നെ ഡെയിലി സംസാരിക്കുകയാണോ? മര്യാദയ്ക്ക് ഓവറായിട്ട് സംസാരിക്കാതെ അതെന്നെ ഏൽപ്പിക്ക്. അതാണ് നിനക്ക് നല്ലത്. മുട്ടപ്പനാണെങ്കിൽ അല്പസമയം ചിന്തിക്കും. ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ഡ്രാഗൺ ബോളുമായിട്ട് അവന്റെ അടുത്തേക്ക് പോകും. ബൊൽമയാണെങ്കിൽ അപ്പനോട് അത് കൊടുക്കണ്ട എന്ന് പറയും. പക്ഷെ ഒട്ടപ്പനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ ഡ്രാഗൺ ബോൾ അവനെ ഏൽപ്പിക്കുകയാണ്. ചിന്ന സയാനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. സത്യത്തിൽ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നല്ല ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞ സ്പീഡിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഫ്രീസെ അവനെ ഞാൻ എളുപ്പത്തിൽ തോൽപ്പിച്ച് ആ 7 ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ലൈഫ് അത് സ്വന്തമാക്കും. ഇത്രയും നല്ലൊരു ഗുഡ് മൊമെന്റ് തന്നതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. പക്ഷെ ഉറപ്പായാലും ഞാൻ നിങ്ങൾക്ക് നേരെ തിരികെ വരും. അതിനു മുൻപ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടുന്ന് കടന്നു പോവാണ്. അമ്മയാണെങ്കിൽ മുട്ടപ്പനോട് പറയും, നീ എന്തായി ചെയ്തേ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത് തന്നെ ആ ഡ്രാഗൺ ബോൾസ് അവന്റെ കയ്യിൽ കിട്ടാതിരിക്കാനാണ്. നമ്മുടെ ഫ്രണ്ട്സുകളെ തിരികെ കൊണ്ടുവരാനാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് അതിലൊരു ഡ്രാഗൺ ബോളെങ്കിലും കണ്ടുപിടിച്ചത്. ഇപ്പൊ നീ ആ ഡ്രാഗൺ ബോൾസ് എല്ലാം അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉറപ്പായാലും നമ്മുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവില്ല. മാത്രമല്ല നമ്മൾ ഇവിടെ കിടന്ന് മരിക്കും. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. നമുക്കൊരിക്കലും അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. ഇപ്പോ നമ്മുടെ രണ്ടുപേരുടെയും ജീവനെങ്കിലും ബാക്കിയുണ്ട്. പക്ഷെ ഒരു കാര്യം നീ മറക്കാൻ പാടില്ല. നീ പറഞ്ഞനുസരിച്ച് ഗോഹാൻ അവൻ ആ ഒരു ചിന്ന സയൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന 6ാമത്തെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തിയിട്ടുണ്ടാവും. അവൻ അതുമായിട്ട് എത്രയും വേഗം ഇവിടേക്ക് വരാതിരിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അവന്റെ പ്ലാൻ ഒന്നും നടക്കില്ല. നിൽക്കുമ്പോൾ ബുൽമയ്ക്കാണെങ്കിൽ വീണ്ടും പ്രതീക്ഷ കൈവരും. ഓ നോ, ഞാനത് മറന്നുപോയി. ഉറപ്പായിട്ടും ഗോഹാന് അത് കിട്ടിയിട്ടുണ്ടാവും. അവനിപ്പോ തിരികെ വരുന്നുണ്ടാവും. ഒട്ടപ്പനാണെങ്കിൽ ഭയത്തോടുകൂടെ ഗോഹാനെ കുറിച്ച് ആലോചിക്കും. ഒന്നും അത്ര എളുപ്പമല്ല. എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കുമെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഗോഹാനെ കാണിക്കും. അവനാണെങ്കിൽ ആ ഒരു ഡ്രാഗൺ ബോളുമായിട്ട് ഹായായിട്ട് ഫ്ലൈ ചെയ്ത് വരുവാണ്. അടുത്ത നിമിഷം അവന്റെ ഓപ്പോസിറ്റ് നിന്ന് വല്ലാത്തൊരു പവർ അവൻ സെൻസ് ചെയ്യും. ഒന്നോ എന്റെ ഓപ്പോസിറ്റ് ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് അവിടെ നിൽക്കും. അടുത്ത നിമിഷം അവൻ തിരിച്ചറിയും വരുന്നത് ആ ചിന്ന സയാനാണെന്ന്. ഓ നോ, അവൻ എത്തിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഈ ഡ്രാഗൺ ബോൾ അത് അവന്റെ കണ്ണിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പോ കുഹാനാണെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ഒരു മലഞ്ചെരുവിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന ചിന്ന സയാൻ അവനാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു പവർ സെൻസ് ചെയ്യും. മുൻപ് വരെ എനിക്ക് ആരുടെയോ പവർ കിട്ടിയിരുന്നു. പെട്ടെന്ന് അത് വാനിഷായി പോയി. ആരോ എന്നെ പറ്റിച്ച് ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ട്. മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രദേശം മുഴുവനായിട്ട് ഞാൻ നശിപ്പിച്ചു കളയും. പിന്നെ നിന്റെ ജീവന് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ഇവിടെ ഗോഹാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന്റെ കണ്ണിൽ ഡ്രാഗൺ ബോൾ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ അതൊരു ഭാഗത്ത് വെക്കും. ഇവിടെ ചിന്ന സയാനാണെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കാനായി പവർ കയ്യിലെടുക്കും. നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ ഡ്രാഗൺ ബോൾ ആ ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച് പുറത്തേക്ക് ചാടി വരികയാണ്. ഗോഹാനെ കണ്ട് ഇപ്പൊ ചിന്ന സയാനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ഓ നോ, ഇത് നീയാണോ? നീ ആ കോക്കറോട്ടിന്റെ മകനല്ലേ? നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണോ? നിന്റെ പപ്പ അവനും ഇവിടേക്ക് വന്നിട്ടില്ലേ? ഗോഹാൻ പറയും, ഇല്ല, ഞാനും എന്റെ ഫ്രണ്ട്സും മാത്രമാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങൾക്ക് ഡ്രാഗൺ ബോൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേൾക്കേണ്ട താമസം. ഇപ്പോ നസയാനാണെങ്കിൽ ടെൻസ്ഡ് ആവും. ഗോഹാനാണെങ്കിൽ വണ്ടറടിച്ച് ഇപ്പൊ അവന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോളിലേക്ക് നോക്കും. ഇത് മൊട്ടപ്പന്റെ ബുൽമയുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അല്ലേ? നീ അവരെ കൊന്നുവല്ലേ? അതിനവൻ പറയും, ഞാൻ അവരെ കൊന്നിട്ടില്ല. ഞങ്ങളൊരു ഫ്രണ്ട്ലി ഡീലിലെത്തി ഈ ഡ്രാഗൺ ബോൾ അത് ഞാൻ സ്വന്തമാക്കിയെന്ന് പറയും. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ നിന്റെ പപ്പയ്ക്ക് ഒരു ഗിഫ്റ്റായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് ഒരു സമ്മാനം ഞാൻ തരാമെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് വയറ്റിൽ ആഞ്ഞി കെക്കുകയും ഗോഹാനാണെങ്കിൽ വേദന കൊണ്ട് പൊളയും. അപ്പോഴും അവൻ ആ ഡ്രാഗൺ ബോൾ അത് അവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധയോടുകൂടെ താഴെ വീണ് കിടക്കും. ഡിസൈനാണെങ്കിൽ അവന്റെ മുഖത്ത് ഇപ്പൊ കാല് വെച്ച് അമർത്തും. നിന്റെ പപ്പയോട് എന്നെ കുറിച്ച് പറയണം. തീർച്ചയായിട്ടും അവനെ തീർക്കാൻ ഞാൻ ഭൂമിയിലേക്ക് വരും. ഇതവനുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞ് ആ ചിന്ന സയാനാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ഗോകുനെ കാണിക്കും. അവനാണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ഹാമേ പവർക്ക് ഫുൾ ശക്തിയിൽ അവന്റെ നേർക്ക് തന്നെ ഉപയോഗിക്കും. ആ പവർ അങ്ങനെ വന്ന് അവനെ ആഞ്ഞടിക്കുകയാണ്. ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ട് തന്നെ അവൻ തളർന്ന് താഴേക്ക് വീഴും.
ഗോക്കു ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഷിറ്റ്സു പയർ അതെടുത്ത് കഴിച്ച് ബാക്ക് ടു നോർമൽ ആവും. ബാക്കിയുള്ളത് 2 ദിവസമാണ്. ആ ദിവസത്തിനുള്ളിൽ കൂടുതൽ ട്രെയിനിങ് എടുത്ത് എനിക്ക് അവിടേക്ക് എത്തണം. എത്രയും വേഗം എന്റെ ഫ്രണ്ട്സുകളെ സേഫ് ആക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ മൊട്ടപ്പനെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ ഒരുപാട് വിഷമത്തിലും ടെൻഷനിലും ഗോഹാനെ നോക്കി നിൽക്കുകയാണ്. ഗോഹാന് അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ? ബൊൽമയാണെങ്കിൽ മുട്ടപ്പനെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ ഗോകുവിന്റെ മകനാണ്, തീർച്ചയായിട്ടും അവൻ സേഫായി ഇവിടേക്ക് എത്തും. അവർ രണ്ടുപേരും ഒരുപാട് നേരം അവിടേക്ക് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതേ സമയത്തായിരിക്കും ദൂരത്തായിട്ട് എന്തോ ഒരു പ്രകാശം അവർ ശ്രദ്ധിക്കുക. മുട്ടപ്പനാണെങ്കിൽ അത് ആരാണെന്ന് സൂം ചെയ്ത് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോഹാൻ. ഗോഹാനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പന്റെ പേര് വിളിക്കും. അത് കേട്ട് മൊട്ടപ്പനും ബൊൽമയ്ക്കും ഭയങ്കര സന്തോഷം. ഞാൻ ഈ ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഇനി അവരുടെ പ്ലാനുകൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിന് മൊട്ടപ്പൻ പറയും, ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു. ആ ഒരു വെജീറ്റ ഇവിടേക്ക് വന്ന് ഭീഷണിപ്പെടുത്തി നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഡ്രാഗൺ ബോൾ അതവൻ കൊണ്ടുപോയി. നീ അവന്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടാവോ എന്നുള്ള ഭയമായിരുന്നു ഇത്രയും സമയം ഞങ്ങൾക്ക്. അതിന് ഗോഹാൻ പറയും, അവൻ എന്നെ മീറ്റ് ചെയ്തിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഈ ഡ്രാഗൺ ബോൾ അതവൻ കാണാതെ ഞാൻ മറച്ചു പിടിച്ചു. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. ഈ ഒരു ഡ്രാഗൺ ബോൾ കാണാതെ അവൻ എത്രയും വേഗം തിരികെ എത്തും. അതിനു മുൻപ് നമുക്ക് മറ്റൊരു സേഫായ സ്ഥലം അത് കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ അത് ആരംഭിക്കും. കട്ട് ചെയ്ത ഇവിടെ ചിന്നസയാൻ വജീറ്റ അവരാണെങ്കിൽ നദിയിൽ ഒളിപ്പിച്ച ആ ഒരു ഡ്രാഗൺ ബോൾ അതെടുക്കാനായ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഗ്രാമം മുഴുവൻ അവന്റെ അറ്റാക്കിൽ തകർന്നു കിടക്കുകയാണ്. ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും. ഫ്രീസെ ഇത്ര വേഗം തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ഭാഗ്യം അത് എന്നോടൊപ്പമാണ്. ഈ ലോകത്തെ അതിനെ കീഴടക്കാൻ എനിക്ക് സാധിക്കും. ഇറ്റേണൽ ലൈഫ് അത് എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ നദിയിലേക്ക് എടുത്തു ചാടും. അവനാണെങ്കിൽ ആ നദിയുടെ മുക്കും മൂലയിലും അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ ഒളിപ്പിച്ച ഡ്രാഗൺ ബോൾ അതവിടെ കാണാനില്ല. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഈ നദിയിൽ തന്നെയാണ് ആ ഡ്രാഗൺ ബോൾ ഇട്ടത്, ഇപ്പൊ അത് കാണാനില്ല. ഒരുപക്ഷെ ആ പയ്യൻ അവനത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുമോ? ഡ്രാഗൺ ബോൾ ഇവിടെയുള്ള കാര്യം അത് അവൻ എങ്ങനെ മനസ്സിലാക്കി? അടുത്ത നിമിഷം ഗോഹാന്റെ കയ്യിൽ കണ്ട റഡാർ അത് അവന്റെ മനസ്സിലേക്ക് വരികയാണ്. യു ആർ അൺബിലീവബിൾ, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അത് ക്ലോക്ക് അല്ല, റഡാറായിരുന്നു. അതുപയോഗിച്ച് നീ ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തി എന്നിൽ നിന്നും മറച്ചു പിടിച്ചു. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ഒരു കാരണവശാലും നിങ്ങൾ ആരും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മുകളിലേക്ക് വന്ന് ഇപ്പൊ പാറകളും മലകളും ഇട്ടിച്ച് തെറിപ്പിച്ച് നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് ഗുഹയ്ക്ക് അരികിലേക്ക് വരികയാണ്. ഗുഹയ്ക്ക് അടുത്തെത്തിയ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് നമ്മുടെ ആൾക്കാരെ വിളിക്കും. പക്ഷെ യാതൊരു അനക്കവും കാണാത്തതിനെ തുടർന്ന് അവനാണെങ്കിൽ ഇപ്പൊ ആ ഡ്രാഗൺ ബോളുമായിട്ട് അകത്തേക്ക് കയറിപ്പോവും. അല്പസമയത്തിനുള്ളിൽ അവൻ ആ ഒരു ഗുഹ മുഴുവനായിട്ട് തകർക്കുകയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എന്നെ പറ്റിക്കാൻ ശ്രമിച്ചു അല്ലേ? നിങ്ങളുടെ പവർ കുറച്ച് പിടിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ലക്ഷ്യം അത് നടക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് എല്ലാം എന്റെ കയ്യിലാണ്. ഇതാ ഇവിടെ മൊട്ടപ്പന ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ സേഫായ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ബുൽമയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടാവില്ല. എന്നെപ്പോലൊരു സുന്ദരിയായ പെൺകുട്ടിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഒരു കാരണവശാലും ഞാനിവിടെ നിൽക്കില്ല. അതിന് മൊട്ടപ്പനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. എനിക്ക് എത്രയും വേഗം ഗോഹാനുമായിട്ട് എൽഡറിന്റെ അടുത്തേക്ക് പോകണം. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ച് ഗോഹാന്റെ പവർ അത് 10 മടങ്ങാക്കാൻ കഴിയും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിജിറ്റയെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇമ്മയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ഭയം തോന്നും. പക്ഷേ മൊട്ടപ്പനാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് അവിടുന്ന് കടന്നു പോവാണ്. മറ്റൊരു ഭാഗത്ത് ആ ഒരു ചിന്നസയാൻ വജീറ്റ അവനാണെങ്കിൽ ഫുൾ കലിപ്പില് ചെയ്ത 6 ഡ്രാഗൺ ബോൾസുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓ നോ, ഈ ഭൂമിയിലുള്ളവര് ഇത്രയും ബുദ്ധിമാന്മാരാണെന്ന് ഞാൻ കരുതിയില്ല. അവരുടെ കയ്യിൽ ആ റഡാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്ന ഡിവൈസ് അത് ഞാൻ നശിപ്പിച്ച് കളയില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവരെന്തെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. ഈ ഒരു കയ്യിലിപ്പോൾ 6 ഡ്രാഗൺ ബോൾ അത് അന്വേഷിച്ച് തീർച്ചയായിട്ടും അവർ വരാതിരിക്കില്ല. ഇതാ ഇവിടെ ആ ഒരു ഫ്രീസയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ടീമുകളെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ ചിന്നസയാൻ വജീറ്റ അവൻ ചെയ്തത് വലിയ തെറ്റാണ്. അയാൾ അതിനുള്ള പണിഷ്മെന്റ് അവൻ അനുഭവിക്കുന്നു പറഞ്ഞ് അവൻ അവിടുന്ന് പുറത്തേക്ക് പോവാണ്. കട്ട് ചെയ്ത ഫ്രീസയാണെങ്കിൽ അവിടെയുള്ള ഓരോ ഭാഗങ്ങളായി നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൾ നിൽക്കുന്ന ആ ഭാഗം അത് കിടുങ്ങി വരച്ച് ആ ഡ്രാഗൺ ബോൾ ആണെങ്കിൽ ഉരുണ്ടുപോകും. അവളാണെങ്കിൽ കഷ്ടപ്പെട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മൊട്ടപ്പനും ഗോഹാനും അവരാണെങ്കിൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. തീർച്ചയായിട്ടും ആ എൽഡർ വിചാരിച്ച നിന്റെ പവർ ഇരട്ടിയാക്കാം. എന്നെ കണ്ടില്ലേ, എന്റെ പവർ അദ്ദേഹമാണ് ഇപ്രകാരം ഇൻക്രീസ് ചെയ്ത് തന്നത്. ഉറപ്പായാലും നിന്നെ കൊണ്ട് അവർ 10 മടങ്ങാക്കാൻ കഴിയും. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ കയാക്കി പവറും ഹാമെ പവറും അത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് അവന്റെ ദേഹത്തേക്ക് ആഞ്ഞടുപ്പിക്കുകയാണ്. ഗോകു ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് റെസിസ്റ്റ് ചെയ്യും. ഹാവ്, എനിക്ക് ജീവനുണ്ട്. ഇവിടെ ഫ്രീസി ആണെങ്കിൽ വീണ്ടും അവന്റെ ആ ഒരു
സ്പേസ് ഷിപ്പിലേക്ക് കടന്നു വരും. അതിനുശേഷം അവനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റന്റിനോട് എത്രയും വേഗം ഗിന്നി ഫോഴ്സിനെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് പറയും. അവർ വന്ന എനിക്ക് ഉറപ്പായാലും തന്ത്രശാലിയായിട്ടുള്ള ചിന്ന സയാനെ തോൽപ്പിക്കാൻ പറ്റും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഗിന്നി ഫോഴ്സിനെ കാണിക്കും. അവരവിടേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.